ഹലോ എവരിവാൺ, എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, സിവിൽ എഞ്ചിനീയറാണ്. 2024 കെ സ്മാർട്ട് ലോഞ്ച് ആയതിനു ശേഷം 2025 ലെയർ മെട്രിക്സിൽ പുതിയ അപ്ഡേഷനുകൾ വരികയുണ്ടായി. കൂടാതെ ഏപ്രിൽ 1 മുതൽ പഞ്ചായത്ത് തലത്തിലും കെ സ്മാർട്ട് വ്യാപിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും മാത്രമായിരുന്നു കെ സ്മാർട്ട് എന്നുള്ള സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് പ്ലാനുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ലെയർ മെട്രിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും എററുകളില്ലാത്ത എങ്ങനെയാണ് നമ്മുടെ പ്ലാനുകൾ സെറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചും ലെയർ എങ്ങനെയാണ് നമ്മളുടെ പ്ലാനുകളിൽ അപ്ലൈ ചെയ്യുക എന്നതിനെക്കുറിച്ചുമുള്ള ക്ലാസ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഈ മേഖലയിൽ എന്നെ വളരാൻ സഹായിച്ച ലെൻസ്ഫെഡ് എന്ന സംഘടനയോട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. IKM-ന്റെ ഭാഗമായി കെ സ്മാർട്ടിൻ്റെ പ്രാരംഭകാലത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 മാസത്തോളം IKM-ന്റെ സ്റ്റാഫായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തന്നെ കെ സ്മാർട്ട് ലെയർ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ പോവുക, സൈറ്റ് ഓപ്പൺ ചെയ്യുക, കെ സ്മാർട്ട് എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും കാണുക. അതിൽ നമ്മൾ താഴത്തോട്ട് പോവുക. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് കാണാം. നമ്മളിത് ഓരോരോ കാർഡ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് കാണാം. ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തോട്ടായിട്ട് നമുക്ക് ലൈസൻസി സർവീസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. അതിൽ ലൈസൻസി ലോഗിൻ, അതുപോലെ തന്നെ ലൈസൻസി രജിസ്ട്രേഷൻ, ലൈസൻസി ട്രെയിനിങ് വീഡിയോ, ലൈസൻസി യൂസർ മാനുവൽ, കോണ്ടാക്ട് ഡീറ്റെയിൽ, അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് വാക്ക് ത്രൂ വീഡിയോ. അതിൽ നമ്മൾ ലൈസൻസി ലോഗിന് അതിന് തൊട്ട് താഴെ തന്നെ കാണാം ലൈസൻസി യൂസർ മാനുവൽ. നമ്മൾ ലൈസൻസ് യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കെ സ്മാർട്ട് ലെയർ മെട്രിക്സ് റെസിഡൻഷ്യൽ, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ, അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ലെയർ മാട്രിക്സ് ജനറൽ, അതായത് ജനറലാണ് നമുക്ക് എല്ലാ ബിൽഡിങ്ങുകളും ചെയ്യാനുള്ളത്. അതിൽ നിന്നും ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ ലെയർ. രണ്ടും സെയിം തന്നെയാണ്. അതിൻ്റെ കുറച്ച് പോർഷനുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ ചെയ്യാം എന്നുള്ളത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്കത് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സാമ്പിൾ ഡ്രോയിങ്ങുകളുണ്ട്. ഒരെണ്ണം റെസിഡൻഷ്യൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും തമ്മിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് ബൈ ഓണർ എന്നുള്ള ഈ ഫോം ഉപയോഗിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓണർമാർ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരാളിലേക്ക് അതായത് OTP ഒരാളിലേക്ക് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടർടേക്കിംഗ് ബൈ ഓണർ എന്നുള്ള ഫോം ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പോൾ 5 ഓണറാണ് ഒരു ഡീഡിനുള്ളതുണ്ടെങ്കിൽ നമുക്കത് 5 പേരും സിറ്റിസൺ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരാളിലേക്ക് അത് ചുരുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലെയർ മെട്രിക്സ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് തന്നെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത് സിംഗിൾ ഫാമിലി, ഈ കാണുന്നത് നമ്മളുടെ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലെയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മൾ ഓരോരോ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവാം. ഇതിന് ഡ്രോയിങ് എപ്പോഴും 1:1 നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യൂണിറ്റ് മീറ്ററിലായിരിക്കണം. നമ്മൾ പലരും സെൻറ്റിമീറ്ററിൽ വരക്കുന്നവരുണ്ടാവും, അതേപോലെ തന്നെ മില്ലിമീറ്ററിൽ വരക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാം യൂണിറ്റ് നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലോക്ക്
റെഫറൻസ് ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർ കണക്റ്റഡ് ഹാച്ചസ് കൊടുക്കാം, പക്ഷെ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ഹാച്ചസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോഡ് കൊടുത്തിട്ട് മാറ്റണം. അതുപോലെ തന്നെ ലൈൻ വെയിറ്റ് ബൈലെയറിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ 0 ലെയർ ഉണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രോയിങ് ഷുഡ് ബി 0 എലിവേഷൻ. പിന്നെ സ്പ്ലൈന് നമ്മൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. മൾട്ടി ടെക്സ്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഡ് എടുത്തിട്ട് നമുക്ക് ഡി ടെക്സ്റ്റിലേക്ക് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രോയിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്തിട്ട് പെർജ് ഓൾ കൊടുക്കുക. അൺവാണ്ടഡ് ലൈൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചെറിയ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ലെയറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർജ് ഓൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വേക്കൻ്റ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരോ പേജിന് കണക്കായിട്ടുള്ള ഇതാണ്. നമ്മൾ അതിൻ്റെ ഈ ലെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് സെറ്റപ്പ് കിട്ടാം. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് A3 ആണ്, A3 സൈസ്. A3 സൈസിൽ ഈ സൈഡിൽ നമുക്ക് സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്പേസ്. അതായത് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് J1 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയി വരും, ഓട്ടോമാറ്റിക് സ്റ്റാമ്പിങ് ചെയ്ത് വരും. നമ്മൾ പിന്നെ നമ്മളിത് പെർമിറ്റ് അപ്രൂവൽ ആയതിനു ശേഷം നമുക്ക് 3 സ്റ്റാമ്പിങ് ഉണ്ടാവും. ഓക്കെ, J1 J2 നമ്മൾ A3 സൈസ് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാമ്പിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് നമ്മളോട് വിടാൻ പറയുന്നത്. എന്താ ഇവിടെ കാണാം, നമ്മൾ വേക്കൻ്റ് സ്പേസ് ഓൺ ദ whole right side of portion of as given in the sample template for stamping permit detail. അപ്പോൾ നമ്മൾ എല്ലാ പേജിൻ്റെ സൈഡിലും കാണാം, നമ്മൾ ഇതിൻ്റെ കോപ്പി ചെയ്ത് വെച്ചാൽ പേജ് സെറ്റപ്പ്. അപ്പോൾ നമ്മളിതിൽ A3 സൈസ് ഉണ്ട്, അതിന് ഇവിടെ താഴെ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ലൈൻ, നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് 20 ആയിരിക്കണം, അതിനേക്കാളും കുറയാൻ പാടില്ല. 0.20, അതായത് 20 സെൻറ്റിമീറ്ററിൽ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ A2 സൈസ് വരുമ്പോൾ നമുക്കത് 30 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ A1 സൈസ് വരുമ്പോൾ നമുക്ക് അത് 40 സെൻറ്റിമീറ്റർ, അതിന് കുറയാനും പാടില്ല. അതിനനുസരിച്ച് ഓരോരോ ഇതിൽ, അതായത് A0 വരുമ്പോൾ നമുക്കത് 60 ആവും. അതുപോലെ തന്നെ നമുക്ക് 2A0 വരുമ്പോൾ നമുക്ക് 80 ആവും. 4A0 വരുമ്പോൾ നമുക്കത് 1.20 ആയിരിക്കും നമ്മളുടെ ടെക്സ്റ്റുകളുടെ ഹൈറ്റ്. നമുക്ക് ഇനി നേരെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാം. നമ്മളുടെ ഫയലുകളൊക്കെ നമ്മൾ K-സ്മാർട്ടിൽ നമ്മൾ സ്കൂട്ടിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് DXF ഫോർമാറ്റിലായിരിക്കണം സേവ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നോർമൽ ചെയ്യുമ്പോൾ DWJ ആയിരിക്കും, അതിനെ മാറ്റി നമുക്ക് DXFിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം പ്ലാൻ ഇൻഫോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ പ്ലാനുകളുടെ നമ്മൾ വരക്കുന്ന പ്ലോട്ടിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളാണ്. അതിൽ ആദ്യം തന്നെ റവന്യൂ, അതായത് റീസർവേ നമ്പർ, അതേപോലെ തന്നെ റവന്യൂ വാർഡ്, വില്ലേജ്, ദേശം, പ്ലോട്ട് ഏരിയ, ഡെപ്ത് ഓഫ് ദ കട്ടിങ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ CRZ ഏരിയ ആണെങ്കിൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോൺ, സെക്യൂരിറ്റി സോണ്, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ K-സ്മാർട്ടിൻ്റെ ഡൈമെൻഷൻ സ്റ്റൈല്, അത് K-സ്മാർട്ട് എന്നുള്ള ഡൈമെൻഷൻ സ്റ്റൈലിലേക്കായിരിക്കണം മാറേണ്ടത്. നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് അവനിവിടെ മുകളിൽ കാണാൻ പറ്റും K-സ്മാർട്ട്. അപ്പോൾ നമ്മളിത് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ആ പ്ലാനിൽ പോയി നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഡൈമെൻഷൻ സ്റ്റൈലിൽ കോപ്പി ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിൽ കാണുന്ന പ്ലാൻ ഇൻഫോ നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പേജിൽ പോയിട്ട് സൈഡായിട്ട് വെക്കുക. ഞാൻ ഓൾറെഡി ഒന്ന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം കൂടി വെച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കും. നമുക്ക് ഇത്ര വലുത് ആവശ്യമില്ല, നമുക്കത് സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. അടിക്കുന്നു. ഞാൻ സ്കെയിൽ ചെയ്ത് ചെറുതാക്കി. ഏകദേശം നേരത്തെ ചെയ്ത അതേ
ഇതിലേക്ക് എത്തി. ഞാനത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെയിൽ ചെയ്ത് കാണിച്ചത്. ഓക്കെ, സ്കെയിൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് സിസ്റ്റം റീഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ പ്ലാൻ ഇൻഫോയിലുള്ള കാര്യങ്ങൾ, RS നമ്പർ, റിസർവേ നമ്പർ, റവന്യൂ, വാർഡ്, വില്ലേജ്, ദേശം, പ്ലോട്ട് ഏരിയ, ഡെപ്ത് ഓഫ് ദ കട്ടിങ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ CRZ ഏരിയ ആണെങ്കിൽ എസ് ആണെങ്കിൽ നോ, എസ് ആണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കേസിൽ നോ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി സോൺ ആണെങ്കിൽ അതുപോലെ തന്നെ ആക്സസ് വിഡ്ത്ത്, നമ്മൾ ആ പ്ലോട്ടിലേക്ക് എത്തുന്ന റോഡിൻ്റെ വീതി, അതുപോലെ തന്നെ ഓപ്പണിംഗ്, ഇതൊക്കെ നമുക്ക് ഈ പ്ലാനിൽ ആവശ്യമില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അതിന് താഴെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണക്റ്റിംഗ് ലോഡ്, നമ്മളുടെ മുമ്പിലുള്ള കണക്റ്റിംഗ് ലോഡ് എത്രയാണോ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാക്ട് ഡിമാൻഡ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആംബിയർ, കിലോ വാട്ട് ആംബിയർ കണക്കാക്കി നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ AC ഏരിയ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് 00 കൊടുക്കുക. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പ്രൊവൈഡഡ്, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ S എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്ലാൻ ഇൻഫോയിലുള്ളത്. ചില ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ പ്ലാനിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ചില കേസുകളിൽ ആവശ്യം വരുന്ന കേസുകളിൽ, ഓൺ സൈഡ് അബട്ടിങ്ങുള്ള കേസുകളൊക്കെ, അതായത് NOC ആവശ്യം, ഓൺ സൈഡിൽ NOC ആവശ്യമുള്ള കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അപ്പോൾ ഇത്രയുമാണ് പ്ലാൻ ഇൻഫോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് നേരെ പ്ലാനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ലെയർ ഒന്നുകൂടി എടുക്കുന്നു. അപ്പോൾ ഈ പ്ലാൻ ഇൻഫോ കഴിഞ്ഞു, നമുക്ക് ഇവിടെ കാണുന്ന സ്മാർട്ട് ഡയമെൻഷൻ സ്റ്റൈലും കഴിഞ്ഞു. ഇനി നമ്മൾ നമ്പർ 2 ഡിഫൈനിങ് ദ PDF ഷീറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ 2 ഉണ്ട്. ഓപ്ഷൻ 1 എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ സെയിം ആയിരിക്കും, രണ്ട് ഓപ്ഷൻ 2ൻ്റെയും ഓപ്ഷൻ 1ൻ്റെയും. ആദ്യം സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും അതുപോലെ തന്നെ നമ്മളുടെ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ലെയർ. അതിന് താഴെ വരുന്ന ലെയറുകളിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഫ്ലോർ പ്ലാനുകൾ നമുക്ക് വലുതാണെങ്കിൽ നമുക്ക് ഷീറ്റ് ബൈ ഷീറ്റ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാന് ഒറ്റ ഷീറ്റിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ അടുത്ത ഷീറ്റിലും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലെയറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം എലവേഷൻ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ എലവേഷനുകൾ ഉണ്ടാകുമ്പോൾ, എലവേഷനുകൾ വലുതാകുമ്പോൾ നമുക്ക് ഈ ഒരു A3 എന്നുള്ള ഒരു പേജ് സെറ്റിൽ നമുക്ക് ഒതുങ്ങാത്ത വരുന്ന സമയത്ത് ഒറ്റ ഒരു എലവേഷൻ ഒരു പേജിൽ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ സെക്ഷനും കാണാം, അതുപോലെ തന്നെ അതിന് താഴെ എക്സ്കവേഷൻ ഡീറ്റെയിലും കാണാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇതിൽ മാറ്റമുണ്ട്. അപ്പോൾ സിംഗിൾ പേജ് സെറ്റപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ലെയർ ഉപയോഗിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ കണ്ടിന്യൂസ് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഒരു പേജും ഫസ്റ്റ് ഫ്ലോർ അടുത്ത പേജും അങ്ങനെ മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെയർ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവിടെ കാണാൻ പറ്റും, ഒറ്റ പേജിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ എലിവേഷനും സെക്ഷനൊക്കെ ഒറ്റ പേജിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഏരിയയൊക്കെ നമുക്ക് ഒറ്റ പേജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാത്തതും ചെയ്യാം, നമ്മളൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ രീതിയിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ പേജിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഓൾറെഡി ഈ പേജ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ. അതായത് ആദ്യം തന്നെ പ്ലാൻ എലിവേഷനൊക്കെ A2ലും സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ A0ൽ നമ്മളുടെ സൈറ്റ് പ്ലാന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ A1ൽ സർവീസ് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, A4ൽ ഞാൻ യൂട്ടിലിറ്റി പ്ലാൻ. എനിക്ക് ഇതിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്, സെപ്റ്റിക് ടാങ്ക്, സോക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് യൂട്ടിലിറ്റിയിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേജ് സെറ്റ് ചെയ്ത് ഞാൻ വേണം ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ A0 ഞാൻ സൈറ്റ് പ്ലാനിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, A0ൻ്റെ സൈസ്. അതുപോലെ തന്നെ A1 സൈസ് ഞാൻ സർവീസ് പ്ലാനിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് A4 സൈസ് നമുക്ക്
1:1 എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ A3 ഉപയോഗിക്കുന്നതിന് പകരം A4 ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പേജ് സെറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ള പേജ് സെറ്റപ്പ് ചെയ്തത്. അതിൽ നമ്മൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കവറേജ്, FSI, അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ നെയിം, അതുപോലെ തന്നെ നമ്മളുടെ പ്ലോട്ട് ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അത് നമുക്ക് ഏത് രീതിയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. നമ്മളുടെ പേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്താണ് സ്പേസ് കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ റോഡ് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ലൊക്കേഷൻ പ്ലാനിൻ്റെ. ഇതിൻ്റെ ലൊക്കേഷൻ കീ മാപ്പ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പേജ് സെറ്റപ്പ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ പേജിൻ്റെ ഇത് നടത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നേരെ ലെയറിലോട്ടൊക്കെ പോവാം. നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഇവിടെ നിന്ന് സൈറ്റ് പ്ലാനാണ്. ഞാൻ സൈറ്റ് പ്ലാനിൻ്റെ ലെയർ മാച്ച് ചെയ്ത് ഇവിടെ ഒരു ഹാച്ചസ് കാണാം. നമുക്കിത് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ പുറത്തുള്ള ചിലതിൽ ഹാച്ചസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹാച്ചസ് മാച്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതിൽ ക്ലോസിൽ പോളിലൈൻ്റെ മെട്രിക്സ് ലെയർ നമ്മൾ മാച്ച് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളുടെ പ്ലാനിലോട്ടേക്ക് പോകുന്നു. സൈറ്റ് പ്ലാന് മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഞാൻ കുറച്ച് അടുത്തായതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മുകളിൽ കാണുന്ന ലൊക്കേഷൻ കീ മാപ്പും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതും കൂടി ഞാൻ സൈറ്റ് പ്ലാൻ എന്ന ലെയറിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. എനിക്ക് ഈ സ്പേസിൽ പ്ലേസ്, അതായത് നമ്മളുടെ ലൊക്കേഷൻ പ്ലാനും സൈറ്റ് പ്ലാനിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ ലൊക്കേഷൻ പ്ലാൻ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ സൈറ്റ് പ്ലാനിലാകെ കാണിച്ചിട്ടുള്ളത് ഞാൻ മുമ്പിലത്തെ റോഡും ഒരു ചെറിയൊരു കണക്റ്റിംഗ് ഉള്ള അടുത്ത റോഡുമാണ്, ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡും മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ കീ മാപ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ ജംഗ്ഷൻ തൊട്ട് നമ്മളുടെ പ്ലോട്ടിലേക്ക് എത്തുന്ന ഏരിയ ഇതുവരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സർവീസ് പ്ലാൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. സൈറ്റ് പ്ലാന് കഴിഞ്ഞു. സർവീസ് പ്ലാൻ ലെയർ എടുത്തു, പ്ലാനിലോട്ട് പോകുന്നു. മാച്ച് പ്രോപ്പർട്ടി അടിച്ച് ഞാൻ മൊത്തമായിട്ട് മാറ്റുന്നു. സർവീസ് പ്ലാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇതിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്. ഞാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ലെയർ മാച്ച് അടിക്കുന്നു, മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിവിടെ കാണുന്ന യൂട്ടിലിറ്റിയിൽ റെയിൻ വാട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ബോക്സും കൂടി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് ഡൗട്ട് ഉണ്ട്, നമുക്ക് ഈ ചെയ്ത ലെയറൊക്കെ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സെലക്ട് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഇങ്ങനെ കാണിക്കൂല. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ ഇത് റെയിൻ വാട്ടർ സെലക്ട് ചെയ്തു, അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ലെയറും കൂടി സെലക്ട് ചെയ്യുന്നു. അപ്പോഴേക്കും മാറി, ഇവിടെ ഒന്നും ബ്ലാങ്ക് ആയി. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ലെയർ സെലക്ട് ചെയ്ത് മാച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പോയി ചെക്ക് ചെയ്യാം നമുക്ക് ഓരോരോ കാര്യങ്ങളും മാറിയിട്ടുണ്ടോ എന്ന്. ഇപ്പം ഞാൻ ഇവിടുത്തെ വേണം കാണിക്കാം. സർവീസ് പ്ലാൻ എന്താ ഇവിടെ സർവീസ് പ്ലാൻ പ്രിൻ്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രിൻ്റ് ലെയറാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റിൽ എന്തൊക്കെ വരണം എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത ലെയറിലോട്ടൊക്കെ പോകാം. നമ്മൾ അടുത്ത സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ സെപ്റ്റിക് ടാങ്ക് ഒന്ന് മാച്ച് പ്രോപ്പർട്ടി അടിച്ച് മാറ്റുന്നു. ഒന്ന് സേവ് ചെയ്ത് വെച്ചോ.
ഓരോരോ കാര്യം ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കത് ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് സെലക്ട് ചെയ്തിട്ട് കാണുന്നത് നമുക്ക് ഒന്ന് മൊത്തമായിട്ടും സെലക്ട് ചെയ്ത് നോക്കുക, എന്തെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. സെപ്റ്റിക് ടാങ്ക് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇതിൽ തന്നെ നമ്മളുടെ വേസ്റ്റ് ഡിസ്പോസൽ. ഞാനിതിൽ വേസ്റ്റ് ഡിസ്പോസൽ കാണിക്കുന്നത് സോക്ക് പിറ്റാണ്. അപ്പോൾ സോക്ക് പിറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ലെയറും കൂടി അതിൻ്റെ ഔട്ടർ ബോക്സും കൂടി സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താ വേസ്റ്റ് ഡിസ്പോസലും കൂടി കാര്യം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ ഔട്ടർ ലെയറും അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രിന്റ് ലെയർ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിൽ റെയിൻ വാട്ടറിൻ്റെ ലെയർ തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള റെയിൻ വാട്ടറിൻ്റെ ഒരു ലെയറിന് സെലക്ട് ചെയ്തിട്ട് അടിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ സെലക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെലക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം റെയിൻ വാട്ടർ കൂടി സെലക്ട് ചെയ്യും. അപ്പോൾ മൊത്തമായിട്ടും റെയിൻ വാട്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിപ്പോൾ അടുത്തൊരു ഇതും കൂടി സെലക്ട് ചെയ്യുമ്പോൾ അത് ബ്ലാങ്ക് ആയി മാറും. അപ്പോൾ ഓക്കെ അല്ലേ. പിന്നെ അതിന് ശേഷം നമുക്ക് അടുത്തതായി ഓപ്പൺ വെല്ല്. നമ്മുടെ ഈ കേസിൽ ഓപ്പൺ വെല്ല് ഇല്ല നമ്മളുടെ പ്ലോട്ടിൽ, അപ്പുറത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ സൈറ്റ് പ്ലാനിൽ മാത്രം കാണിച്ചാൽ മതി. നമ്മളുടെ പ്ലോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ വെല്ലിൻ്റെ ലെയർ കാണിക്കണം. അതുപോലെ തന്നെ സോളാർ പാനൽ ഇതിൽ ആവശ്യമില്ല, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ബയോഗ്യാസും അതുപോലെ തന്നെ ഇതിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. നമുക്ക് ബയോഗ്യാസിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ കാണാം ഒരു പേജ്, അതായത് നമ്മളുടെ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ തന്നെ എലവേഷന്, സെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കാണാം മാർക്ക് ഇത് പോകുന്ന ഒരു കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഗ്രൗണ്ട് 0 ലെയർ, അതായത് ഫ്ലോർ 0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു, മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. അതിനുശേഷം നമ്മളുടെ സൈറ്റ് പ്ലാനിലോട്ട് പോകുന്നു. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുന്നു, സേവ് അടിച്ചു. നമുക്കത് ചെക്ക് ചെയ്യാവുന്നത്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇപ്പുറത്തൊന്ന് സെലക്ട് ചെയ്തു, അതുകൊണ്ട് ഇവിടെ കാണുന്നില്ല. ഞാനത് ഷിഫ്റ്റ് വെച്ച് ഒന്ന് അൺസെലക്ട് ചെയ്തു. അപ്പോഴേക്കും വന്നിവിടെ VLK1 ഫ്ലോർ 0 എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയറും കൂടി ഒന്ന് സെലക്ട് ചെയ്യാം. ഫ്ലോർ 1. മാച്ച് പ്രോപ്പർട്ടി അടിച്ചു. നമുക്കത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തു. ഞാനതിൽ ഒരു കൺഫ്യൂഷൻ വരാതെക്കാൻ വേണ്ടി ഞാൻ ഈ ഹാച്ചസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓപ്പൺ ടെറസിൻ്റെ ഹാച്ചസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറായി, ഫസ്റ്റ് ഫ്ലോറായി. ഇനി നമുക്ക് ഇതിൽ തന്നെ എലവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ. ഇതിൽ ആദ്യം കാണാം, ഇതിൽ കാണാം ഒന്നിൽ കൂടുതൽ എലവേഷൻ്റെ ലെയറുകൾ, അതുപോലെ തന്നെ സെക്ഷൻ്റെ ലെയറുകൾ. നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ ലെയർ ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ആദ്യത്തെ സെക്ഷന് 1 കൊടുക്കുക, രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ ലെയർ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലവേഷൻ 1, VLK1 എലവേഷൻ നമ്പർ 2. ഇവിടെ കാണാം നമ്പർ 1. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എലവേഷൻ്റെ നമ്പർ 1 സെലക്ട് ചെയ്തിട്ട് നമ്മളത് മാച്ച് പ്രോപ്പർട്ടി എടുക്കുന്നു. നമ്മുടെ പ്ലാനിലോട്ടേക്ക് പോകുന്നു. എലവേഷൻ സെലക്ട് ചെയ്ത് മാറ്റുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം സെക്ഷൻ ലെയർ. സെക്ഷനിൽ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഉണ്ട്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, അതുപോലെ തന്നെ സെക്ഷൻ 1, സെക്ഷൻ 2 ഒക്കെ. നമ്മളിപ്പോൾ ബ്ലോക്ക് 1 സെക്ഷൻ 1 സെലക്ട് ചെയ്യുന്നു. മാറാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് 1 പോകുന്നുള്ളത്. നമുക്ക് 2 or 3 ബിൽഡിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തത് ഒന്നാമത്തെ ബ്ലോക്കിലും രണ്ടാമത്തെ ബ്ലോക്കിലും അങ്ങനെ കാണിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ലെയർ സെലക്ട് ചെയ്യുന്നു, സെക്ഷൻ ലെയർ സെലക്ട് ചെയ്യുന്നു. സെക്ഷൻ ലെയർ വെച്ച് മാർക്ക് ചെയ്യുന്നു.
ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന് പ്രിന്റ് ലെയറിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എലിവേഷൻ്റെ ലെയർ അല്ലെങ്കിൽ സെക്ഷൻ്റെ ലെയർ എന്ന്, അപ്പോൾ നമ്മൾ എലിവേഷൻ്റെ ലെയർ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ സെക്ഷൻ്റെ ലെയർ സെലക്ട് ചെയ്തു. ഒന്ന് മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മാറുന്നു. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സെക്ഷൻ ലെയറിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് ലെയറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ എം ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എം ടെക്സ്റ്റ് ഒന്ന് മാറ്റുന്നു. അതിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്യൂ സെലക്ട് എന്ന് എൻ്റർ ചെയ്യുന്നു. ഒബ്ജക്റ്റ് ടൈപ്പിൽ പോയി നമ്മൾ എം ടെക്സ്റ്റ് എന്ന് എൻ്റർ ചെയ്യും. അതിനുശേഷം കളറ് പ്രോപ്പർട്ടീസിൽ കളർ കൊടുക്കുക, നോട്ട് ഈക്വൽ ടു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമ്മളുടെ പ്ലാനിലുള്ള എം ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ഒന്ന് സെലക്റ്റായി വരും. അതിനുശേഷം നമ്മൾ എക്സ്പ്ലോഡ് എന്നുള്ള കമാൻഡ് ഇവിടെ കൊടുക്കുക, എക്സ്പ്ലോഡ്. അപ്പോൾ എക്സ്പ്ലോഡ് എന്നുള്ള എക്സ് അടിച്ചു കഴിഞ്ഞാൽ വരും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോഡ് കമാൻഡ് ഓപ്പൺ ആവും. നമ്മൾ ഡി ടെക്സ്റ്റിലേക്ക് മാറും നമ്മളുടെ ടെക്സ്റ്റുകളൊക്കെ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സൈറ്റ് പ്ലാനിലും ആ രീതിയിൽ കൊടുക്കുക. ഇവിടെ എം ടെക്സ്റ്റുകളൊക്കെ ഒന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് വരും. അതിനുശേഷം നമ്മൾ എക്സ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അത് ഡി ടെക്സ്റ്റിലേക്ക് മാറി. അതുപോലെ തന്നെ സർവീസ് പ്ലാനും സെലക്ട് ചെയ്തു. നോട്ട് ഈക്വൽ ടു കളർ നമുക്കത് കൊടുക്കാം. എക്സ് അടിച്ചു, കമാൻഡ് സെലക്ട് ചെയ്യുന്നു, ക്യൂ സെലക്ട്, ഒബ്ജക്റ്റ് ടൈപ്പിൽ പോകുന്നു, എം ടെക്സ്റ്റ് കൊടുക്കുന്നു, കളർ കൊടുക്കുന്നു, നോട്ട് ഈക്വൽ ടു എക്സ്പ്ലോഡ് ചെയ്തു മാറ്റുന്നു. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡയമെൻഷൻ സ്റ്റൈലും മാറ്റേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. ക്യൂ സെലക്ട് എന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മളിവിടെ വെച്ച് റൊട്ടേറ്റഡ് ഡയമെൻഷൻ എടുക്കുന്നു, കളർ കൊടുക്കുന്നു, നോട്ട് ഈക്വൽ ടു കൊടുക്കുന്നു, ഓക്കെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഡയമെൻഷനൊക്കെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ സെലക്ട് ആവാത്ത ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ പോയി നമ്മളുടെ കെ സ്മാർട്ട് ലെയറിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ലെയറിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. DXF ഫയലിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നത് കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പോയി, ഞാനിപ്പോൾ 2013 DXF കൊടുത്തു. അതിനുശേഷം സേവ് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് സൈറ്റ് പ്ലാനിലേക്ക് പോകാം. സൈറ്റ് പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്പർ 3 എന്നുള്ള കാണാം, പ്ലോട്ട് ബൗണ്ടറി. നമ്മളിവിടെ പ്ലോട്ട് ബൗണ്ടറി എന്ന് മാച്ച് പ്രോപ്പർട്ടി അടിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതിൻ്റെ പ്ലോട്ട് ബൗണ്ടറി
അതിനുശേഷം നമ്മൾ വീണ്ടും ലെയറിലോട്ടേക്ക് വരുന്നു. പ്ലോട്ട് ബൗണ്ടറിക്കായി ബിൽഡിംഗ് ഫുട് പ്രിന്റ്. നമ്മൾ ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ബിൽഡിംഗ് ഫുട് പ്രിന്റ് മാച്ച് ചെയ്യുന്നത് ഇതിൽ ബ്ലോക്ക് 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 ബിൽഡിംഗ് ഫുട് പ്രിന്റിന് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബിൽഡിംഗ് ഫുട് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളുടെ ബിൽഡിങ് ഇപ്പോൾ ഇവിടെ കാണാം, ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് എടുക്കുക, ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നു. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറും ഒന്ന് സെലക്ട് ചെയ്ത് പുറത്തെടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഇവിടെയൊക്കെ കോയിൻസൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലൈന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ഇവിടെ കാണാം, ഇവിടെ ഒരു കോയിൻസൈഡ് എന്ന് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു കോയിൻസൈഡ് എന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ കൊടുക്കുന്ന സമയത്ത് ഇതിലും അതേപോലെ തന്നെ കാണിക്കാണ്ട് കോയിൻസൈഡ് ചെയ്ത് പോകുന്ന പോയിന്റുകൾ. അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടെക്സ് എന്നുള്ള ഇതിനൊക്കെ പറയുന്നതാണ് വെർട്ടെക്സ്. അപ്പോൾ ഈ വെർട്ടെക്സ് പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ കറുത് കൊണ്ടുപോയി വെച്ച് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ കറുത് കൊണ്ടുപോയി വെച്ച്. അപ്പോൾ നമ്മൾ ആഡ് വെർട്ടെക്സ് എന്നുള്ള ഓപ്ഷൻ വന്നു. നമ്മളിവിടെ കൊണ്ടുപോയി കറക്റ്റ് ഈ പോയിന്റ് മാച്ച് ചെയ്തിട്ട് വെച്ചു. നമുക്കിനി ഇൻ കേസ് ഇത് മാറിപ്പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്കത് റിമൂവ് വെർട്ടെക്സ് ഉണ്ട്. റിമൂവ് വെർട്ടെക്സ് അടിച്ചു കഴിഞ്ഞപ്പോൾ റിമൂവ് ചെയ്ത് പോയി. നമ്മൾ വീണ്ടും ആഡ് വെർട്ടെക്സും അടിക്കുന്നു, നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലും കൂടി നമ്മൾ ആഡ് വെർട്ടെക്സ് ഉപയോഗിക്കുന്നു. ഇവിടെ മാച്ച് ചെയ്ത് വെക്കുന്നു. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വെർട്ടെക്സ് ആഡ് ചെയ്യാൻ. നമ്മൾ ആഡ് വെർട്ടെക്സ് ഉപയോഗിക്കുന്നു, ഒരു പോയിന്റും കൂടെ വെക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഇത് ഇതിന് ശേഷം ഇങ്ങനെ ഇൻസൈഡിലേക്കാണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് ഇവിടെയോ അതേപോലെ തന്നെ ഇവിടെയോ വെർട്ടെക്സുകൾ ആവശ്യമില്ല. ഓക്കെ, അതൊരു തെറ്റായൊരു രീതിയാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയയുടെ ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആഡ് വെർട്ടെക്സ് കൊടുക്കുന്നു. ഈ കോയിൻസൈഡിൽ നിന്ന് പോയിന്റ് ഇവിടെ ഒന്ന് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ആഡ് വെർട്ടെക്സ് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം അവിടെ പോകുന്നു, ആഡ് വെർട്ടെക്സ് കൊടുത്തു, ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വെർട്ടെക്സുകൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ ലെയറിലോട്ടും വന്ന് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ ലെയറിലോട്ടും നമ്മളുടെ വെർട്ടെക്സുകളൊക്കെ കൃത്യമായിട്ട് കോയിൻസൈഡിൽ നിന്ന് പോകുന്ന പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ഓൾറെഡി ഒന്ന് വരച്ചിട്ടുണ്ടാവും. അതൊന്ന് ഒരു പോളിയിലേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെർട്ടെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം കോപ്പി ചെയ്തു, അതിന് മുകളിലോട്ടേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സിമ്പിൾ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഈ ബിൽഡപ്പ് ഏരിയൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നത് നമുക്കൊരു ആവശ്യമുണ്ട്. ബിൽഡിംഗ് ഫുട് പ്രിന്റിന് ഓക്കെ, അവിടെ വെച്ചു. അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ ലെയർ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഞാൻ വെർട്ടെക്സ് ഒക്കെ ആഡ് ചെയ്തത് കൊണ്ടുപോയിട്ട് വെർട്ടെക്സുകളൊക്കെ ആഡ് ചെയ്ത ലെയർ ഔട്ടർ ലൈന് ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ കൂടി ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ വരച്ച് വെച്ചതിൽ നമ്മൾ വെർട്ടെക്സ് ഒക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പോർഷൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ ലെയർ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ
ഈ ഔട്ടർ ലൈന് ഒരെണ്ണം കൊണ്ടുപോയി നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഔട്ടർ ലൈന് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. നമുക്കത് ഇതുപോലെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പം അതിനുശേഷം നമ്മൾ ഇവിടെ ഒരെണ്ണം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് അലൈൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇതിലോട്ടേക്ക് വെക്കുന്നു. അതിനുവേണ്ടി ആദ്യം ഫയൽ സെലക്ട് ചെയ്യുന്നു, അലൈൻ കമാൻഡ് ഉപയോഗിക്കുന്നു, ALI അടിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ സോഴ്സ് പോയിന്റ് നമ്മൾ പിക്ക് ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് സോഴ്സ് പോയിന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് രണ്ടടിക്കുന്നു, നോ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഔട്ടർ ലൈന്, ബിൽഡിങ്ങിൻ്റെ ഔട്ടർ ലൈന് ഇതിനോട്ടേക്ക് മാറി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓൾറെഡി രണ്ടെണ്ണം നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഒരെണ്ണം ചെയ്തതിന് ശേഷം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ എത്ര ലെയർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ഫയലുകളുടെ നമ്മളുടെ ഓട്ടോകാഡിൻ്റെ ഈ കോർണറിലായിട്ട് കാണുന്ന കസ്റ്റമൈസേഷൻ്റെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ സൈക്ലിംഗ് എന്നുള്ള ഈ സെലക്ഷൻ സൈക്ലിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാണാൻ പറ്റും. ഞാനിത് സെലക്ഷൻ സൈക്ലിംഗ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മളിതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ലെയറുകളൊന്നും കാണാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പോകും. നമ്മളുടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഈ ബോട്ടം കോർണറിലുള്ള റൈറ്റ് സൈഡിൽ ബോട്ടം കോർണറിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നു. സൈക്ലിംഗ് ഒന്ന് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ വരാം. അതിനുശേഷം നമ്മളിതൊന്ന് ഓൺ ചെയ്തിരുന്നു. നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കാണാൻ പറ്റും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇതിൽ 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം ബിൽഡപ്പ് ഏരിയ ലെയറാണ്. അതുപോലെ തന്നെ ഒന്ന് കവറേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മളത് മൂവ് ചെയ്ത് പുറത്ത് വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇതിലൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഫ്ലോർ ഏരിയ BLK 1 ഫ്ലോർ 1 പ്രിൻ്റ് ലെയർ. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ലെയറിലോട്ടേക്ക് പോകുന്നു. ലെയറിൽ പോയി നമ്മൾ ബിൽഡിംഗ് ഫുട് പ്രിന്റ്, നേരത്തെ പ്ലോട്ട് ബൗണ്ടറി നമ്മൾ മാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ബിൽഡിംഗ് ഫുട് പ്രിന്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ വെർട്ടെക്സ് ഒക്കെ ചെക്ക് ചെയ്തു. നമ്മളിനി ബിൽഡിംഗ് ഫുട് പ്രിന്റ് നമ്മൾ മാച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ലെയറിലേക്ക് വന്ന് ബിൽഡിംഗ് ഫുട് പ്രിന്റ് നമ്മൾ സെലക്ട് ചെയ്തു. ബിൽഡിംഗ് ഫുട്ടിൻ്റെ ലെയർ കളർ മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഫുട് പ്രിന്റ്, നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ കവറേജിലേക്ക് പോകുന്നു. നേരെ കവറേജിലേക്ക് പോകുന്നു. കവറേജിൻ്റെ ഒന്ന് മാച്ച് പപ്പറ്റ് അടിക്കുന്നു. വീണ്ടും പോകുന്നു. നമ്മൾ ഇവിടെ സെലക്ഷൻ കൊടുക്കുന്നു. സെലക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കാണാൻ രണ്ടാമത്തത്. അപ്പോൾ നമ്മളിത് ബാക്കിലുള്ള ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു. കവറേജിൻ്റെ മാച്ച് പപ്പറ്റ് അടിച്ചു. ചെക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ അതിന് ശേഷം
കവറേജ് കഴിഞ്ഞു. ഇനി കവറേജ് ഡിഡക്ഷൻ ഉണ്ട് കേസുകളിൽ നമ്മൾ കവറേജ് ഡിഡക്ഷൻ കൊടുക്കണം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും പോർഷൻ കവറേജ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ക്രോസർ ബോഡിയിൽ വരച്ച്. അതുപോലെ തന്നെ റോഡ് വൈഡനിങ് ഇപ്പോൾ ഇത് റോഡ് വൈഡനിങ് ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് വൈഡനിങ്ങിൻ്റെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെയർ ഒന്ന് മാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ യാർഡ്സ്, ഫ്രണ്ട് യാർഡ്, സൈഡ് യാർഡ്, അതുപോലെ തന്നെ റിയർ യാർഡൊക്കെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട് യാർഡ് ഇതൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സൈറ്റ് പ്ലാനിൽ പോവുക. നമ്മൾ എല്ലാ സൈഡിലും ക്ലോസ്ഡ് പോളിലൈൻ വരയ്ക്കുക. ഫ്രണ്ട് യാർഡിൽ ക്ലോസ്ഡ് പോളിലൈൻ. ഞാൻ ഇവിടുന്ന് PL അടിച്ച് തുടങ്ങി. നമ്മളുടെ ഫ്രണ്ട് പോർഷൻ മൊത്തം സെലക്ട് ചെയ്യുന്നു. C വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഫ്രണ്ട് അതുപോലെ തന്നെ എല്ലാ സൈഡുകളിലും ഇതുപോലെ തന്നെ വരക്കുക. ഞാനിവിടെ വരക്കുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി സൈഡ് യാർഡ് വരച്ചു. അതേപോലെ തന്നെ റിയർ യാർഡും അതുപോലെ തന്നെ വരച്ചു. അതുപോലെ തന്നെ സൈഡ് 2ഉം വരച്ചു. സൈഡ് 1ഉം സൈഡ് 2 ഒക്കെ വരച്ചു. അതിനുശേഷം നമുക്കത് മാച്ച് പ്രോപ്പർട്ടി അടിച്ചുകൊണ്ട് മാച്ച് ചെയ്യണം. അതിന് ആദ്യം തന്നെ സൈഡ് 1 നമ്മുടെ ഫ്രണ്ട് യാർഡൊന്ന് മാച്ച് ചെയ്യുന്നു. നേരത്തെ ക്ലോസ്ഡ് പോളിലൈൻ ബോക്സ് വരച്ചിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്നു. മാച്ച് പ്രോപ്പർട്ടി അടിച്ച് നമ്മൾ പോയി. അതിനുശേഷം റിയർ യാർഡ് മാച്ച് ചെയ്തു. അതിനുശേഷം സൈഡ് 1 മാച്ച് ചെയ്തു. അതിനുശേഷം സൈഡ് 2 മാച്ച് ചെയ്തു. നമ്മളുടെ യാർഡ്സുകളൊക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റോഡ്സ്, അതായത് നമ്മളുടെ റോഡ് ഏത് കാറ്റഗറിയിലാണ്, അൺനോട്ടിഫൈഡ് റോഡാണോ അല്ലെങ്കിൽ നോട്ടിഫൈഡ് റോഡാണോ. ഞാനിപ്പോൾ ഈ ഇതിൽ ഞാൻ നോട്ടിഫൈഡ് റോഡ് എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാനിലോട്ട് പോകാൻ നമ്മളുടെ റോഡിൻ്റെ മുമ്പിലായിട്ടൊരു ലൈന് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് വരച്ച് വെച്ച ലൈന്. ഓക്കെ, ഞാൻ മാച്ച് പ്രോപ്പർട്ടി അടിച്ചു. സെലക്ട് ചെയ്തു. നോട്ടിഫൈഡ് റോഡ് എന്ന് കണ്ടു. ഞാനിത് എൻ്റെ ഈ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ്. അപ്പം ഞാൻ ഓഫ്സെറ്റ് ഇടുന്നു. അതിനുശേഷം ഇപ്പോൾ മാച്ച് ചെയ്ത റോഡിൻ്റെ ലൈന് ഒന്ന് ഓഫ്സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് 3 മീറ്ററാണ്. ആക്സസ് വിഡ്ത്തും നമ്മൾ പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ റോഡ് കഴിഞ്ഞ് ബിൽഡിംഗ് ലൈൻ, അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത്, നോട്ടിഫൈഡ് റോഡ്. അപ്പോൾ ഇത് നോട്ടിഫൈഡ് റോഡിൻ്റെ ലൈനാണ് ഉപയോഗിക്കുക. ബിൽഡിംഗ് ലൈനും
ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർമിസിബിൾ ബിൽഡിംഗ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് പെർമിസിബിൾ ബിൽഡിംഗ്. നമ്മൾ ഒന്നുകൂടി കാണിക്കാം. ഞാൻ ഇതിൻ്റെ സെറ്റ് ബാക്ക് ഏറ്റവും കുറഞ്ഞത് 3 മീറ്ററാണ്. ഇന്നത്തെ വരച്ച റോഡിൻ്റെ ലെയർ ഒന്ന് ഓഫ്സെറ്റ് ചെയ്ത് മുമ്പിലേക്ക് ഇടുന്നു. ഇതാണ് പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ. ഞാൻ അതിനുശേഷം പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ ഉപയോഗിച്ച് മാച്ച് ചെയ്യുന്നു. പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ മാച്ച് ചെയ്തു. വേണം ചെക്ക് ചെയ്യാം. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് ലൈൻ വന്നു. അപ്പം അതിനുശേഷം നമ്മൾ 5th കഴിഞ്ഞ് 7 ആണ്. നമ്മൾ 7th റെയിൻ വാട്ടർ ടാങ്ക്. അപ്പോൾ റെയിൻ വാട്ടർ ടാങ്ക് നമ്മളൊന്ന് മാച്ച് ചെയ്യുക. റെയിൻ വാട്ടർ ടാങ്ക് നമ്മളൊന്ന് മാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലാനിലോട്ട് പോകുന്നു. റെയിൻ വാട്ടർ ടാങ്ക് മാച്ച് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പെർക്കുലേഷൻ പറ്റും, അതുപോലെ തന്നെ കപ്പാസിറ്റി ഉണ്ടാവും. ഞാൻ ആദ്യം കപ്പാസിറ്റി ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്യുക, Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ട് ഞാൻ എത്രയാണ് കപ്പാസിറ്റി അത് എൻ്റർ ചെയ്യണം. ഞാനിത് ആദ്യം സ്കെയിൽ ചെയ്ത് ചെറുതാക്കുന്നു. ഞാൻ 0.20 സ്കെയിൽ ചെയ്ത് ചെറുതാക്കി. അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. തന്നെയാണ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് കപ്പാസിറ്റി അതിൽ തന്നെ മാച്ച് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ റെയിൻ വാട്ടർ കപ്പാസിറ്റീൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അതിന് താഴെ അതിലൊരു ലെയറും കൂടിയുണ്ട്, പെർക്കുലേഷൻ ബിറ്റ്. പെർക്കുലേഷൻ ബിറ്റിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. പെർക്കുലേഷൻ ബിറ്റും കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 7 കഴിഞ്ഞു. അതിന് 8 വാട്ടർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഇതിൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി നമ്മൾ പ്രപ്പോസലും എക്സിസ്റ്റിംഗ് കാണിക്കാം. നമ്മളതിൽ പ്രപ്പോസൽ ഓപ്പൺ വെല്ല് എക്സിസ്റ്റിംഗ് ആണ്. അത് നമ്മളുടെ പ്ലോട്ടിലല്ല ഉള്ളത്, കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ ഞാനത് കാണിക്കുന്നു. എക്സിസ്റ്റിംഗ് വെല്ല് ഞാൻ മാക്സ് പോപ്പറ്റ് അടിക്കുന്നു. ഇതാണ് എക്സിസ്റ്റിംഗ് വെല്ല്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോപ്പർട്ടിയിലുള്ള ബോർവെല്ലും ഇതേ ലെയർ ഉപയോഗിച്ച് തന്നെ മാച്ചടിക്കുക. അതിനുശേഷം അടുത്തതായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ. അത് നമ്മൾ പ്രപ്പോസലാണ്. നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ഞാൻ വേസ്റ്റ് ഡിസ്പോസലിൽ മാച്ച് ചെയ്തു. അതിനുശേഷം ഈ സോക്ക് പിറ്റ് എന്നുള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു, മാച്ച് അടിക്കുന്നു. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ള ഞാൻ സോക്ക് പിറ്റാണ് ഉദ്ദേശിച്ചത്. മാച്ച് പോപ്പറ്റ് അടിച്ച് മാറ്റുന്നു. അതിനുശേഷം സെപ്റ്റിക് ടാങ്ക് നെക്സ്റ്റ് ആയിട്ട് സെപ്റ്റിക് ടാങ്കും അതേപോലെ തന്നെ മാച്ച് പോപ്പറ്റ് അടിച്ചുകൊണ്ട് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ലെയറിലോട്ടേക്ക് പോകുന്നു. സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞാൽ ബയോഗ്യാസ് എല്ലാ കേസുകളിലും നമ്മൾ ബയോഗ്യാസിൻ്റെ ലെയർ മാച്ച് ചെയ്യേണ്ടതാണ്. വേസ്റ്റ് ഡിസ്പോസൽ കഴിഞ്ഞു, ഓപ്പൺ വെല്ലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് 10ാമത്തത് നമുക്ക് ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ. ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ നമുക്ക് ഉണ്ടെങ്കിൽ ഇതില്ലെങ്കിലും സ്കൂട്ടിന് പാസ്സാവുന്നുണ്ട് ചില കേസുകളിൽ. ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ മാച്ച് ചെയ്യുന്നു. പിന്നെ ഓൾറെഡി വരച്ചു വെച്ച ലൈൻ ഉണ്ട് ഇവിടെ, ഇലക്ട്രിക് ലൈൻ. ഇവിടം വരെയാണ് നമ്മളുടെ ഇലക്ട്രിക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടം വരെ വരച്ച് കാണിച്ചു. അപ്പോൾ ഞാനത് മാച്ച് ചെയ്യുന്നു. അതിനുശേഷം വോൾട്ടേജ്, നമ്മൾ എത്രയാണ് വോൾട്ടേജ് അത് നമ്മൾ കൃത്യമായിട്ട്
എൻ്റർ ചെയ്യുക. നമ്മൾ പ്ലാൻ ഇൻഫോയിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതേ വോൾട്ട് ഇതിനായിരിക്കണം ഇവിടെ കൊടുക്കുമ്പോൾ. ഇതൊന്ന് സ്കെയിൽ ചെയ്യുന്നു. അതുപോലെ 0.20 സ്കെയിൽ ചെയ്ത് ചെറുതാക്കുന്നു. വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ ആംഗിളിൽ വെക്കാം. അതിനുശേഷം നമ്മൾ എത്രയാണ് കിലോവാട്ട് കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കുക. കൃത്യമായിട്ട് എത്രയാണ് നമ്മളുടെ വോൾട്ടേജ്. അതിനുശേഷം വോൾട്ടേജ് കഴിഞ്ഞ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയെന്ന് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യുന്നു. അതിന് മാച്ച് പപ്പറ്റ് അടിക്കുന്നു. നമ്മൾ ഇതിൽ പോകുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചുകൊണ്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചാൽ അത് മാച്ച് പപ്പറ്റ് അടിച്ച് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു. ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈനിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 11ാമത്തത് നമ്മുടെ ഷെയ്ഡ്സ് ആൻഡ് ഓവർ ഹാങ്ങിങ്. ഷെയ്ഡ്സ് ആൻഡ് ഓവർ ഹാങ്ങിങ്ങിൽ നമ്മൾ അമ്മ അടിച്ചു. അതിന് മുമ്പായിട്ട് ഞാൻ സൈറ്റ് പ്ലാൻ ഇതാണ് ഷെയ്ഡ്സ്. ഞാൻ ഒന്ന് വേണം ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടി കാണിക്കാം. ഞാനൊരു 60 സെൻറ്റിമീറ്ററിൽ ഞാൻ ഈ ബിൽഡപ്പ് ഏരിയൻ്റെ ലെയർ 60 സെൻറ്റിമീറ്ററിൽ ഏതെങ്കിലും ഒരു ലെയർ ഞാൻ ഓഫ്സെറ്റ് ഇട്ടു. അതിനുശേഷം ഷെയ്ഡ്സ് ആൻഡ് ഓവർ ഹാങ്ങിങ്ങിൽ മാച്ച് ചെയ്തു. സൺഷെയ്ഡ് ഒന്ന് മാറ്റി. അപ്പോൾ നമ്മൾ ലെയർ മെട്രിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് മാറ്റി. അപ്പോൾ നമുക്ക് അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും LK1 ഷെയ്ഡ്സ് ഓവർ ഹാങ്. അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഓപ്പൺ സ്റ്റെയർ ഉണ്ട്, ഡിസ്റ്റൻസ് വരുന്ന ബ്ലോക്ക് ഉണ്ട്. ഇത് നമ്മൾ ഒന്നിൽ കൂടുതൽ ബിൽഡിങ്ങുകൾ ഒരു പ്ലോട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ലെയറാണ്. നമ്മളിതിൽ ഇത് രണ്ട് ഓപ്പൺ സ്റ്റെയർ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ സോളാർ പാനൽ നമുക്കിതിലില്ലാത്തതുകൊണ്ട് നമുക്കത് സൈറ്റ് പ്ലാനിൽ കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ 13ാമത്തത് ആക്സസറി ബ്ലോക്കാണ്. അതായത് പ്രപ്പോസ്ഡ് ആക്സസറി ബ്ലോക്ക്. അതുപോലെ തന്നെ താഴെ കാണാം എക്സിസ്റ്റിംഗ് ആക്സസറി ബ്ലോക്ക്. നമുക്കിപ്പോൾ ഷെഡുകളോ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സിസ്റ്റിംഗ് ഉള്ളതിൽ ഹൈറ്റ്, ഇത് പ്രപ്പോസ്ഡ് ഉള്ളതിൽ നമുക്ക് ഹൈറ്റ് കാണിക്കണം ആക്സസറി ബ്ലോക്കിൻ്റെ. എക്സിസ്റ്റിംഗിൻ്റെ കേസിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, എക്സിസ്റ്റിംഗ് ലെയർ മാച്ച് ചെയ്താൽ മതി. ഇത് ഈ കേസിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ഫ്ലോർ പ്ലാനിലേക്ക് പോകുന്നു. ഫ്ലോർ പ്ലാനിൽ ഇവിടെ കാണാൻ പറ്റും ബിൽഡപ്പ് ഏരിയ പ്രപ്പോസ്ഡ്, അതുപോലെ തന്നെ കട്ട് ഓഫ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏരിയയിൽ, അതായത് ബിൽഡപ്പ് ഏരിയയിൽ ആവശ്യമില്ലാത്തതിനാണ് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിൽഡപ്പ് ഏരിയ ഫ്ലോർ ഏരിയ ഡിഡക്ഷൻ ആണ് താഴെ കാണുന്നത്. അതിൽ ഫ്ലോർ ഏരിയ ഡിഡക്ഷനിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റും ഫുൾ ഡിഡക്ഷൻ, അതായത് കാർപോർച്ച് ഒക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ഫുൾ ഡിഡക്ഷൻ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ വരാന്ത ഉള്ള കേസുകളിൽ നമ്മൾ ഹാഫ് ഡിഡക്ഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് പോവുക. ഫുൾ ഡിഡക്ഷൻ ഇൻ പാർക്കിംഗ്, ഇലക്ട്രിക് റൂം, ലിഫ്റ്റ് ഓൺ 1 ഫ്ലോർ, പിന്നെ ഷാൾ ബി മാർക്ക്ഡ് ആസ് എ ക്രോസ്ഡ് പോളി ലൈൻ. അതുപോലെ തന്നെ ഹാഫ് ആകുമ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ലെയറിലോട്ടേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ ഫ്ലോർ 0ൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. പ്ലാനിലോട്ട് പോകുന്നു. പ്ലാനിലോട്ട് പോയി ഫ്ലോർ 0 നമ്മൾ മാച്ച് ചെയ്യുന്നു. ബിൽഡപ്പ് ഏരിയൻ്റെ ഫ്ലോർ 0 മാച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഫ്ലോർ 1 എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു.
അതിനുശേഷം ഞാൻ വരച്ച ക്ലോസ്ഡ് പോളിലൈൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ ഒന്ന് മാച്ച് ചെയ്യുന്നു. ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞു, ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞു. ഇനി നമുക്കതിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഡിഡക്ഷൻ ഉണ്ട്, സീൻ ബിലോ. അപ്പം ഞാനതൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരക്കുന്നു. അതിനുശേഷം ലെയറിലോട്ട് പോകുന്നു. കട്ട് ഓഫിൽ 0 FL1 മാച്ച് പ്രോപ്പർട്ടി അടിച്ച് മാറ്റുന്നു. ചെക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ മാറിയിട്ടുണ്ട്, കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലോർ ഏരിയ ഡിഡക്ഷനാണ് ഇനി അടുത്തത്. കട്ട് ഓഫ് വന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഡിഡക്ഷൻ ഫോർ ഫ്ലോർ ഏരിയ, ഫുൾ ഫ്ലോർ ഏരിയ ഡിഡക്ഷൻ ഇതിലില്ല. നമുക്ക് കാർപോച്ച് ഇല്ലാത്തതുകൊണ്ട് ഫ്ലോർ ഏരിയ ഡിഡക്ഷൻ ഇല്ല, നമുക്ക് ഹാഫേ ഉള്ളൂ. നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് പോളിലൈൻ വരക്കുന്നു. അതുപോലെ തന്നെ കിച്ചൻ്റെ സൈഡിൽ വരാന്തയും അതുപോലെ തന്നെ ക്ലോസ്ഡ് പോളിലൈൻ തന്നെ വരക്കുന്നു. സി വെച്ച് ക്ലോസ് ചെയ്യുന്നു. സി എൻ്റർ അടിക്കുമ്പോൾ ക്ലോസ്ഡ് പോളിലൈൻ ആയി. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടി ഇതുപോലെ തന്നെ മാച്ച് ക്ലോസ്ഡ് പോളിലൈൻ കൊണ്ട് വരക്കുക. ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി ഉണ്ട്. നമ്മളൊരു റെക്റ്റാങ്കിൾ എടുത്തു, റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് വരച്ചു. അതിനുശേഷം നമ്മൾ ലെയറിലോട്ടേക്ക് പോവുക, ഹാഫ് ഡിഡക്ഷൻ്റെ പോർഷനിലേക്ക് പോവുക, ഫ്ലോർ 0 സെലക്ട് ചെയ്യുക. അതിൽ ഫ്ലോർ 0യിൽ ബ്ലോക്ക് 1 ഒന്ന് മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. അതിനുശേഷം ഹാഫ് ഡിഡക്ഷൻ വേണ്ട കേസ് അതൊക്കെ മാച്ച് ചെയ്ത് മാറ്റുന്നു. അത് വീണ്ടും പോകുന്നു. നമ്മൾ മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ഏരിയ ഡിഡക്ഷൻ മാച്ച് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ ഇനി ബിൽഡപ്പ് ഏരിയ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളുടെ പ്ലോട്ടിൽ അത് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിലും കട്ട് ഓഫ് ഉണ്ടെങ്കിൽ അതും കൂടി മാർക്ക് ചെയ്യുക. ഡിഡക്ഷൻ ഫോർ ദ ഫ്ലോർ ഏരിയ എക്സിസ്റ്റിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബിൽഡപ്പ് ഏരിയ റെഗുലറൈസേഷൻ, നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ വീട് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ട്രക്ചർ ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം പ്രപ്പോസലും ഗ്രൗണ്ട് ഫ്ലോർ മാത്രം എക്സിസ്റ്റിങ്ങും റെഗുലറൈസേഷനും, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം റെഗുലറൈസേഷനും ഫസ്റ്റ് ഫ്ലോർ പ്രപ്പോസലും കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 0യിൽ നമുക്ക് പോയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ റെഗുലറൈസേഷനും അതിനുശേഷം പ്രപ്പോസൽ എന്നുള്ള കേസിൽ ഫസ്റ്റ് ഫ്ലോർ പോയിട്ട് പ്രപ്പോസലും നമുക്ക് മാച്ച് ചെയ്ത് പോകാം ബിൽഡപ്പ് ഏരിയ ലൈൻ. അതിനുശേഷം നമുക്ക് നേരെ കിച്ചൺ യൂണിറ്റ്. അപ്പം നമുക്കിപ്പോൾ ഈ കിച്ചൺ യൂണിറ്റ് ഡെല്ലിങ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഡെല്ലിങ് യൂണിറ്റാണ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ അതിന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഫ്ലോറിലാണ് കിച്ചൺ ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ
പ്ലാനിലോട്ടേക്ക് പോകാം. പ്ലാനിൽ പോയിട്ട് നമ്മൾ കിച്ചൺ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കിച്ചണുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കിച്ചൺ മാച്ച് ചെയ്താൽ മതി. ചിലപ്പോൾ പുതിയ വീടുകളിലൊക്കെ 2 കിച്ചണൊക്കെ കൊടുക്കാം. അപ്പോൾ 2 കിച്ചൺ മാർക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒറ്റ കിച്ചൺ മതി. ഏതെങ്കിലും രണ്ടും കൂടി ഒരുമിച്ചായാലും മതി, ഒറ്റ കിച്ചൺ. അതായത് ഡ്വെല്ലിംഗ് യൂണിറ്റ് 1 എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ കിച്ചൺ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലോർ 0-ൽ ഒന്നാമത്തെ ലെയർ ഒന്ന് മാച്ച് പ്രോപ്പർട്ടി അടിച്ച് മാറ്റുന്നു. മാച്ച് ചെയ്ത് മാറ്റും. അപ്പം നമുക്ക് കിച്ചൺ കഴിഞ്ഞു. അതിന് നെക്സ്റ്റ് നമുക്ക് സ്റ്റെയർ ക്യാബിൻ. നമുക്കിതിൽ സ്റ്റെയർ ക്യാബിൻ കാണിക്കാനില്ല ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇതിൽ. അതുകൊണ്ട് തന്നെ സ്റ്റെയറിനുമായിട്ട് ബന്ധപ്പെട്ട റെസിഡൻസിൻ്റെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെയർ ക്യാബിൻ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഉള്ളത്, ഫസ്റ്റ് ഫ്ലോറിന് ഒരു സ്റ്റെയർ മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെയർ ക്യാബിന് നമുക്ക് ഏരിയയിൽ വരാതെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റെയർ ക്യാബിൻ്റെ ഔട്ടർ ലൈന് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റെയർ ക്യാബിൻ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഞാൻ പ്ലാനിൽ പോയി, എനിക്കിവിടെ സ്റ്റെയർ ക്യാബിന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെയർ ക്യാബിന് മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ വരച്ചു, റെക്ടാങ്കിൾ വരച്ചു. ഞാൻ റെക്ടാങ്കിൾ വരച്ചു, എനിക്ക് സ്റ്റെയർ ക്യാബിന് മാത്രം. പക്ഷേ ഇത് ഏരിയയിൽ വരാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ലെയർ ഉപയോഗിച്ചിട്ട് ജനറൽ സ്റ്റെയർ എന്ന് എടുക്കുക. ഫ്ലോർ 1 എടുക്കുക. ഫ്ലോർ 1 ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. മാച്ച് അടിക്കുക. അതിനുശേഷം ഇതേ ലെയർ ഒന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. ഇതൊരു ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇത് ബിൽഡപ്പ് ഏരിയ ലെയർ. ഞാനിവിടെ നേരത്തെ ബിൽഡപ്പ് ഏരിയ ലെയർ ഓൾറെഡി മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി കാണിക്കാം. ഇവിടെ പോയി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽഡപ്പ് ഏരിയ ലെയർ ഇതാ, ഇതിൽ ഫ്ലോർ 1 ബിൽഡപ്പ് ഏരിയ ലെയർ മാച്ച് ചെയ്യണം. ആദ്യം മാച്ച് ചെയ്ത് വരണം. ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നു. ബിൽഡപ്പ് ഏരിയ ലെയർ ആയി. അപ്പോൾ സ്റ്റെയർ ക്യാബിനും ബിൽഡപ്പ് ഏരിയ ലെയറും. ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയയിൽ ഉൾപ്പെടുത്താത്ത രീതിയിലായിരിക്കും നമ്മളുടെ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റെയർ ക്യാബിന് ആവശ്യമില്ല. അപ്പോൾ ഷീറ്റ് റൂഫിങ്, അപ്പോൾ ഇതിൽ എനിക്ക് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ നമുക്ക് ഇതിൽ ഷീറ്റ് റൂഫിങ് ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ ഇത് മാച്ച് പ്രോപ്പർട്ടി അടിക്കുക. എവിടെയെങ്കിലും ചെറിയൊരു റെക്ടാങ്കിൾ വരച്ചിടുക. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി അടിക്കുക. ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ്റെ ബ്ലോക്ക് 1, അതുപോലെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ഉണ്ട്. അതിൽ നമ്മൾ ബ്ലോക്ക് 1 തന്നെ, നമ്മൾ ബ്ലോക്ക് 1 ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ഇൻ കേസ് എററുകൾ വരുന്ന സമയത്ത് ഈ രീതിയിൽ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ കഴിഞ്ഞു. ലാസ്റ്റ് ഫ്ലോർ ഫുട് പ്രിന്റ്, ഇതാണ് നമ്മളുടെ പുതിയ ലെയറിൽ വന്ന മാറ്റം. അപ്പോൾ ഇത് ഈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എറർ വരുന്ന കേസാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് എറർ വരുന്നതിനുള്ളത് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിവിടെ ഈ പ്ലാനിൻ്റെ താഴോട്ട് ഇവിടെ പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബിൽഡിംഗ് ഫുട് പ്രിന്റ് നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ വെർട്ടെക്സ് പോയിന്റുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്
ബിൽഡപ്പ് ഏരിയൻ്റെ ലെയറും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ബിൽഡപ്പ് ഏരിയ ലെയർ അതുപോലെ തന്നെ നമ്മളുടെ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ലെയറൊക്കെ ഇതേ ലെയർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ചെയ്തിട്ടുള്ള ലെയർ തന്നെ ഈ ഒരു ഔട്ടർ ലൈൻ ഔട്ടർ ഏരിയ ക്ലോസ്ഡ് പോളി ലൈൻ തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കേണ്ടത്. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഫുട് പ്രിൻ്റിൻ്റെ ലെയറിൽ ആദ്യം തന്നെ ഫ്ലോർ 0 ഞാൻ മാച്ച് ചെയ്തു. ഇതാ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇതിലില്ല, ഞാൻ ലൈനില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. വന്നിട്ടുണ്ട്, ഫ്ലോർ പ്ലാൻ പ്രിന്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ഒന്ന് മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ബിൽഡിംഗ് BLK1 ഫ്ലോർ 0 ബിൽഡിംഗ് ഫുട് പ്രിന്റ്. അതുപോലെ തന്നെ ഫ്ലോർ ഫുട് പ്രിന്റ്. അതിനുശേഷം നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ കാണാം, ഫസ്റ്റ് ഫ്ലോറിൽ നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ടർ ലൈന്. അപ്പോൾ ഫുട് പ്രിന്റ് എടുക്കുന്നു. അതിൽ ഫ്ലോർ 1 മാച്ച് പ്രോപ്പർട്ടി അടിക്കുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്നു. BLK1 ഫ്ലോർ 1 ഫുട് പ്രിന്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിലേക്ക് പോവാം. ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോളി ലൈന് വരക്കാത്ത നമ്മൾ നോർമൽ ലൈന് വരച്ചുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഒന്ന് ലൈൻ വെച്ച് മാർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഇത് തന്നെ കോപ്പി ചെയ്യുക. നമ്മൾ ലൈന് വരക്കുന്ന സമയത്ത് ഓർത്തോ ഓൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ കാണാം പ്രപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ. പ്രപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഒന്ന് മാച്ച് ചെയ്യുന്നു. ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഒന്ന് മാച്ച് ചെയ്തു. അതിനുശേഷം പ്രപ്പോസ്ഡ് റൂഫ് ലെവൽ. ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മളുടെ ഒരു
സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലെയറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴത്തുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലെയർ മെട്രിക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സർവീസ് പ്ലാനിൽ നമ്മളുടെ ഔട്ടർ ലൈന് ഒന്ന് റെഡ് കളർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റോഡൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുമ്പ് സങ്കേതത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കളർ കോഡാണ് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊതുവെ 26 ആണ് കൊടുക്കാറ്. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഈ ബൈലെയറിനുള്ള അവിടെ 26 എന്ന് അടിച്ചു, എൻ്റർ അടിച്ചു. നമ്മുടെ കളർ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കാണിച്ചു സീവേജ് ലൈന്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈന് ഞാൻ ഗ്രീനും അതിൽ ലാസ്റ്റ് കാണിച്ചു. അപ്പം ഇത്ര കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യണം. അതിനുശേഷം നമുക്ക് നേരെ ഈ ചെയ്ത ഫയൽ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സർവീസിൽ പോവാം, സ്ക്രൂട്ടിനി ഓർ ബിൽഡിംഗ് പ്ലാൻ എടുക്കാം. അതിനുശേഷം നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് നമുക്ക് റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയൊക്കെ വരണമെങ്കിൽ ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂട്ടിനി ചെയ്ത് ഡയറക്റ്റ് ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോവാം. ഈ രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകൾ വരും. അപ്പം നമ്മൾ ഇതിവിടെ കാണാം, ബിൽഡിംഗ് പ്ലാൻ പെഡിസിയർ സ്ക്രൂട്ടിനി അക്സെപ്റ്റഡ്. നമ്മളിവിടെ സ്ക്രൂട്ടിനി റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോക്കൽ ബോഡി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഫസ്റ്റ് വരട്ടായിരുന്നു. ഓക്കെ, നമ്മൾ സ്ക്രൂട്ടിനി ഒന്ന് കറക്റ്റ് ഓടിച്ച് നോക്കുക. വെരിഫൈഡ് എന്നും കാണും, അത് അക്സെപ്റ്റഡ് എന്നും കാണും. നമ്മൾ വെരിഫൈഡിൻ്റെ കേസുകൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അക്സെപ്റ്റഡ് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസ്റ്റൻസുകൾ സെറ്റ് ബാക്കുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മളതിന് ശേഷം നമ്മൾ PDF ഡ്രോയിങ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, പേജൊക്കെ ഫിറ്റ് ആണെന്നുള്ളത്. സൈറ്റ് പ്ലാന് കൃത്യമായിട്ടുണ്ട്, പേജൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ സർവീസ് പ്ലാന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിൽഡിംഗ് പ്ലാനും നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി പ്ലാൻ എല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.